അമ്മേ ഓ എനിക്കൊരു ഫോൺ മേടിച്ചേ അമ്മേ. അമ്മേ എന്തുവാടാ ഇത്രയും കീഴിൽ നിന്ന് വിളിച്ച വിളി കേൾക്കത്തില്ലയോ? പറ, നീ കാര്യം പറ. എനിക്കൊരു ഫോൺ വേണം. എടാ, ഒരു കാര്യം പറയുമ്പോഴ് നീ സോഫ്റ്റ് ആയിട്ട് വിളിക്കുമ്പോ ഞാൻ വിളി കേൾക്കും. നീ ഇത്ര ഹാർഡായിട്ട് എന്നെ വിളിക്കുമ്പോ എനിക്ക് എന്ത് വിളി കേൾക്കണ്ടേ? നീ കാര്യം പറ. എന്തോ സോഫ്റ്റ് ആയിട്ടാ മമ്മി എനിക്കൊരു ഫോൺ വേണം. പറ. എനിക്കൊരു ഫോൺ വേണം. മോന്റെ കയ്യിലെ ഫോൺ എന്ത്? എന്റെ കയ്യിലെ ഫോണിന്റെ ബാക്ക് ക്യാമറ വർക്ക് ആവത്തില്ല. നമുക്ക് അറിയാവോ? ബാക്ക് ക്യാമറ വർക്ക് ആവണ്ട, ഫ്രണ്ട് ക്യാമറ വർക്ക് ആണല്ലോ. ഫ്രണ്ട് ക്യാമറയും കൊണ്ട് എങ്ങനെയാ അമ്മി? സെൽഫി മാത്രമേ എടുക്കാൻ പറ്റൂ. സെൽഫി എടുത്താൽ മതി. നീ എന്തിനാ അല്ലാതെ നീ എവിടെങ്കിലും പോയിക്കോ, എനിക്കൊരു ഫോട്ടോ എടുക്കണം, അത് നല്ല പ്ലേസ് ആണ്, അപ്പൊ ഫോട്ടോ എടുക്കണം, സെൽഫി എടുത്താൽ മതി. അതേ സമയത്ത് വേറൊരാൾ എന്റെ ഒരു ഫോട്ടോ എടുത്തിരുന്നു, ഞാൻ ഒരു പരിചയമില്ല തങ്ങാരുടെ കൂടെ പോയി ഞാൻ എന്ത് സെൽഫി എടുക്കണം? അതുകൊണ്ടാ പറഞ്ഞൊരു ഫോൺ മേടിച്ചത്. നീ ഒരു കാര്യം ചെയ്യും, നീ കിടന്ന് അലക്കാതെ നീ ഒരു കുറച്ച് പൈസ ഞാൻ തരാം. നീ കൊണ്ട് ക്ലാസ്സിലേക്ക് പോയി ഒരു ഫോൺ എടുക്കാം, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോൺ എടുക്കാം. ബാക്കി പൈസ ലോൺ ഇടിയോ എൻ്റെ ഡാഡി മേടിച്ച് തരികയോ എന്തെങ്കിലും ചെയ്യും. എനിക്കതെന്ന് പറഞ്ഞോട്ടെ, നീ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. നീ ഈ കിടന്ന് എന്തിനാ അലക്കുന്ന കിടന്നുണ്ട്? ഈ പിള്ളേരൊക്കെ ഒരു ഫോൺ മേടിച്ചു വെക്കാ. അമ്മച്ചി അത്രേ ഉള്ളൂ. അമ്മച്ചി പൊളിയാ. പൊളിയുടെ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. അതെന്തുവാ? പിള്ളേർക്കൊക്കെ ഫോൺ വേണ്ടായോ? അതാ ഉത്തരവാദിത്തമില്ലാത്ത അപ്പനും അമ്മയും. അമ്മയെടുത്താണെങ്കിൽ ഒരു കാര്യം ചോദിച്ചാൽ മമ്മിക്ക് ആരായാലും, ഞാനായാലും ഡാഡി ആയാലും ആരായാലും മമ്മിക്ക് കാലെ പിടിക്കണം. എടാ, കാലെ പിടിക്കണ്ടേന്ന് കാലെ പിടിക്കണം. ഇങ്ങനെ കാലെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫോൺ മേടിക്കാം. അമ്മച്ചി പൈസ തരാന്ന് പറഞ്ഞല്ലോ, എന്റെ മൊത്തം പൈസ ഇട്ട് മേടിക്കയില്ല. ഞാൻ നോക്കിയപ്പോ മേടിച്ചു തരണ്ട. ഓക്കെ, EMI ഇട്ടാല് സിബിൽ സ്കോറിന് ഒരു സീനും ഇല്ല. എടാ, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. സിബിൽ സ്കോർ നോക്കും. EMI എടുത്താൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നറിയാവോ? അറിയാമോ? അമ്മ അതൊന്നും ക്ലാസ്സിക്ക് ഇല്ല. അമ്മ സിബിൽ സ്കോർ നോക്കത്തില്ലയോ? ഒന്നും നോക്കത്തില്ല. ഇല്ലെന്ന് ഉറപ്പാ? പിന്നെ ഇൻട്രസ്റ്റോ ഒരു കുന്തോ ഇല്ല. എന്നാ പാടാ നമുക്ക് ക്ലാസിക് മൊബൈൽസിൽ പോയി. ഞാൻ പിന്നെ എന്തിനാ ടെൻഷൻ ആവുന്നേ? ഇതാ ആദ്യം പറഞ്ഞേ. പറഞ്ഞുള്ളവനും അമ്മി അതേപോലെ തന്നെ അമ്മി ക്ലാസിക് മൊബൈൽസിൽ പോയ മമ്മിക്കും പ്രയോജനമുണ്ട് കേട്ടാ. അതെന്തോന്നറിയാവോ? അമ്മച്ചി ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും മേടിച്ചു അമ്മച്ചിക്ക് അവരെന്തെങ്കിലും ഫ്രീ ആയിട്ട് തരും. നല്ല എന്തെങ്കിലും സാധനമാണെങ്കിൽ അതേപോലെ നല്ല സാധനം, അതെ, ബഡ്ജറ്റിനനുസരിച്ച് സാധനം കിട്ടും. അതെ, LED TV അമ്മി അവര് ഐഫോണൊക്കെ അതേപോലത്തുള്ള ഫോണുകൾ മേടിച്ചാൽ LED TV ആണ് അവർ ഓഫർ ചെയ്യുന്നത്. അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെയുള്ള സമ്മാനങ്ങളും ക്ലാസിക് മൊബൈൽസിൽ കിട്ടും. പിന്നെ ഇപ്പൊ പൈസ ഇല്ലാത്തവർക്കാണെങ്കിൽ 1000 രൂപയുടെ ഒരു ഫോൺ മേടിച്ചാലും വെറും കൈയോട് ഇറങ്ങി വരേണ്ടി വരത്തില്ല, സമ്മാനം കിട്ടും. സോപ്പോട്ട് എടുത്തില്ല. സോപ്പോട്ട് കിട്ടത്തില്ല. ക്ലാസിക് മൊബൈൽസ് കിട്ടുന്നത് നെക്ക് ബാൻഡുകള്, മിക്സർ ഗ്രൈൻഡർ, അങ്ങനെയുള്ള നിരവധി സമ്മാനങ്ങൾ ക്ലാസിക് മൊബൈൽസിൽ കിട്ടും. അപ്പൊ ഓണക്കാലമായിട്ട് ക്ലാസിക് മൊബൈൽസിലോട്ട് പോയാൽ സമ്മാന പെരുമഴയുടെ കാലമാണ്. മോനൊരു കാര്യം ചെയ്യണം, മോൻ ഡാഡിയോട് പറയണം കേട്ടാ. അപ്പൊ നമുക്ക് ആ റിസ്ക് ഡാഡിക്ക് കൊടുക്കാം. ഡാഡി നമുക്ക് പോയി മേടിക്കാന്ന് പറയണം കേട്ടോ. ഓക്കെ, എവിടെ പോന്നെ? ഞാൻ ക്ലാസിക്കൽ മൊബൈൽസിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. സമ്മാനങ്ങൾ പെരുമഴയായിട്ടുണ്ട്, പക്ഷെ നറുക്കെടുപ്പില്ല. തട്ടീര് വെട്ടീര് ഇങ്ങനെയുള്ള യാതൊരു പരിപാടിയില്ല. ഓരോ പർച്ചേസിങ്ങിനും ഓരോ സമ്മാനങ്ങൾ. അത് നമുക്ക് ക്ലാസിക്കിലോട്ടൊന്ന് കയറി നോക്കാം. നമസ്കാരം മലയാളി. ഓണമൊക്കെ ഉണ്ടോ? ഓണം കച്ചവടത്തിന്റെ പരിപാടിയാണോ? സ്റ്റോക്കൊക്കെ ആവശ്യം പോലുണ്ടല്ലോ. എനിക്കേ എന്റെ മോനൊരു സെറ്റ് വേണം. ഏത് ബ്രാൻഡാണ്? ഏത് ബ്രാൻഡ് വെച്ചാൽ ഇപ്പം സാംസങ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. അവന് താല്പര്യമുള്ള കൂട്ടത്തിൽ. സാംസങ്ങിന്റെ ഏതെങ്കിലും ഹൈ എൻഡ് ഫോണാണോ അതോ പിള്ളേർക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പിന്നെ സാംസങ്ങിന്റെ എല്ലാ സീരീസും നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. സ്റ്റാർട്ടിങ് ഒരു 7000 തൊട്ട് സ്റ്റാർട്ടിങ് സാംസങ്ങിന്റെ ഫോൺ. ഓക്കെ, നമുക്ക് നോക്കാമായിരുന്നല്ലോ. പിന്നെ നമുക്ക് ഇച്ചിരി കൂടിയ റേഞ്ച് ഫോണുകളൊക്കെ ആണെങ്കിൽ 5G ഫോണുകളൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 10,990 തൊട്ടൊക്കെ 5Gയുടെ ഫോൺസ് സ്റ്റാർട്ടിങ്. 5Gയുടെ തന്നെ കുറച്ച് പ്രീമിയം ഫോണാണ്. ഓക്കെ. ഈ ഇപ്പൊ ഓണമല്ലേ? ഓണത്തിന് ഓഫറുകളുടെ പെരുമഴയില്ലേ ക്ലാസിക്കൽ? മോന്റെ ഫോൺ പൊട്ടിപ്പോയായിരുന്നു. പൊട്ടിപ്പോയത് കൊണ്ട് മാത്രമല്ല, എല്ലായിടവും നറുക്കെടുപ്പും ഭയങ്കര ആകർഷകമായ ഭയങ്കര പ്രസ്താവനകളും ഒക്കെ കണ്ടു. നമുക്കിവിടെ സാധാരണ രീതിയിൽ ഒരു 1000 രൂപ തൊട്ട് എന്നുവെച്ചാൽ സാധാ ഒരു ഓർഡിനറി ഫോൺ എടുത്താൽ പോലും അവർക്ക് നമുക്ക് സമ്മാനങ്ങളുണ്ട്. അത് ഓരോ ഫോണിന്റെയും വാല്യൂ അനുസരിച്ചുള്ള സമ്മാനങ്ങൾ. സാധാരണ വൈഡ് ഹെഡ്ഫോൺ ആകാം, അത് തന്നെ ഒരു 10-400 രൂപ വിലയുള്ളതാണ്. പിന്നെ നെക്ക് ബാൻഡുകൾ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് എയർപോഡുകൾ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് സ്പീക്കറുകൾ വരുന്നുണ്ട്. ഹൈ എൻഡ് ഫോണുകൾക്കാണെങ്കിൽ അതിൻ്റെ കൂടെ LED സ്മാർട്ട് TV തന്നെ വരുന്നുണ്ട്, മിക്സർ ഗ്രൈൻഡർ വരുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെ വാല്യൂവിനെ
അനുസരിച്ചുള്ള സമ്മാനങ്ങളും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആരും നമ്മളെ വെറും കൈയോടെ പോകേണ്ട ഒരു situation. ഒരാൾക്കൊരു സമ്മാനം കിട്ടുന്ന വേറൊരാൾക്ക് വേറെ സമ്മാനം കിട്ടുന്ന വിഷമിക്കാൻ പാടില്ല കേട്ടോ. കാരണം നമ്മള് പർച്ചേസ് ചെയ്യുന്ന വാല്യൂ അനുസരിച്ചാണ് നമ്മള് സമ്മാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിം ഓൺലൈൻ റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. പലതും ഓൺലൈൻ റേറ്റ് താഴെയും കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കൂട്ടിയിട്ടിട്ടല്ല ഈ സമ്മാനം, ഏറ്റവും കുറഞ്ഞ റേറ്റ് തന്നെ കസ്റ്റമർക്ക് കൊടുത്തിട്ട് ബെറ്റർ ആയിട്ടുള്ള പ്രൈസിങ് തന്നെ കൊടുത്തിട്ട് പിന്നെ സമ്മാനങ്ങൾ കൂടെ കൊടുക്കുകയാണ്. അതാണ് മെയിൻ ഗുണം എന്ന് പറയുന്നത്. കസ്റ്റമറെ സംബന്ധിച്ചാണെങ്കിൽ അവർ നോക്കുമ്പോൾ ഓൺലൈൻ റേറ്റ് ആണ്, പ്ലസ് നമുക്കൊരു ഗിഫ്റ്റും കൂടെ കിട്ടുന്നു. പിന്നെ നമുക്ക് അതിന്റെ കൂടെ തന്നെ ഗ്ലാസ് കാർഡ് കൊടുക്കുന്നുണ്ട്, പൗച്ചസ് കൊടുക്കുന്നുണ്ട്. പിന്നെ കസ്റ്റമർക്ക് ആവശ്യമുള്ള എന്ത് സർവീസസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. തികച്ചും ഗ്ലാസ് കാർഡ്, പൗച്ച് ഇതൊക്കെ ഫ്രീ ആണോ? ഫ്രീ ആണ്. ക്ലാസിക്ക് വന്ന അഡീഷണൽ പൈസ ഇല്ല, നമുക്ക് ഇവിടെ പറയുന്നതായിട്ട് പൈസ ഇല്ലാതൊക്കെ മൊബൈൽ. അതെന്താന്ന് വെച്ചാൽ നമുക്ക് EMI സർവീസ് ഉണ്ട്. EMIയുടെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇനിഷ്യലി പേയ്മെന്റ് ഇല്ലാത്തവർക്ക്, സിവിൽ സ്കോർ കുറവുള്ളവർക്കൊക്കെ EMI എടുക്കാനുള്ള സംവിധാനമുണ്ട്. സിവിൽ സ്കോർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പേടിക്കണ, സാധാരണ എല്ലാവർക്കും ഈ സിവിൽ സ്കോർ ഒരു വലിയ വിഷയമാണ്. സിവിൽ സ്കോർ ഇല്ലെങ്കിലും ക്ലാസിക്ക് വന്ന മൊബൈൽ എടുക്കുക. അത് ഏത് റേഞ്ചും കിട്ടുന്നുണ്ടോ? എല്ലാ റേഞ്ചും. അത് കസ്റ്റമർ മിക്കവാറും ഉള്ളവർക്കെല്ലാം ഓരോ ഇതിനനുസരിച്ച് കിട്ടുന്നുണ്ട്, പ്രശ്നമില്ല. പിന്നെ അതുപോലെ എല്ലാ ബ്രാൻഡിനും നമുക്കിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ബ്രാൻഡുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഐഫോണിനാണെങ്കിലും 24 മാസത്തേക്കുള്ള EMI കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് IQ എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ബ്രാൻഡുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് പല കടകളിലും അവൈലബിലിറ്റി കുറവാണ്. പക്ഷെ നമുക്ക് അതിന്റെ എല്ലാ റേഞ്ച് ഫോണുകളും IQന്റെ ഉണ്ട്. പിന്നെ നമുക്ക് റിയൽമി, പിന്നെ അതുപോലെ മോട്ടോയുടെ ഫോൺസ് വളരെ റയറാണ്. പല കസ്റ്റമറും നമുക്ക് ഷോപ്പുകളിൽ കിട്ടുമെന്ന് തന്നെ അവർക്ക് അറിയത്തില്ല, പക്ഷെ മോട്ടോ നമുക്കുണ്ട്. പിന്നെ മേജർ ബ്രാൻഡുകളെല്ലാം തന്നെ നമുക്ക് അവൈലബിലിറ്റിയിലുണ്ട്. സാംസങ് ഉണ്ട്, പിന്നെ നമുക്ക് റെഡ്മിയുടെ ഫോൺസ് ഉണ്ട്, വിവോ, ഓപ്പോ, ഇങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളും നമുക്ക് അവൈലബിലിറ്റി. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ താഴെ കടയിൽ നിന്ന് എവിടം വരെ പോകാൻ സാധാരണപ്പെട്ട പണ്ട് ചെറിയ പ്രായമുള്ളവർക്കൊക്കെ ഒരു ചിന്തയുണ്ട്, ഞങ്ങൾക്ക് ഇനി കീപാഡ് ഫോൺസ് കിട്ടും. ആ നോക്കിയ അവര് വേണ്ട. അതുകൊണ്ട് ഏത് കസ്റ്റമറിന് പ്രായഭേദമന്യുള്ള ഏത് കസ്റ്റമറിന് അവർക്ക് എന്ത് തോന്നുന്നോ ആ രീതിയിലുള്ള ഫോണുകൾ നമ്മുടെ ക്ലാസിക്കിലുണ്ട്. അതും മാർക്കറ്റിൽ കിട്ടുന്നതും ഓൺലൈനിൽ കിട്ടുന്നതുമായ എല്ലാ ഫോണുകളും ഉണ്ടല്ലോ. അതെ, അന്നേരം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ ഓണം നമുക്ക് ക്ലാസിക്കിൽ ഇവിടെ അടിച്ചു പൊളിക്കാം. അതായത് നമുക്ക് ഓണത്തിന് തകർക്കാം. ഈ ഫോൺ എടുത്തോ, A35. മനോഹരമായ ക്ലാസിക്കിന്റെ കവറിലിട്ട് മൊബൈലുണ്ടോ? ആ മൊബൈലുണ്ട്. മോന് ഈ പ്രാവശ്യത്തെ ഓണ ഗിഫ്റ്റ് ആണ്, അയാൾക്ക് അറിഞ്ഞിട്ടില്ല, ഇനി അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കാം. മൊബൈൽ വാങ്ങിച്ച് ഇതിന്റെ കൂടെ എന്തോ ഗിഫ്റ്റ്? ഇത് പ്രീമിയം ഫോൺ ആയതുകൊണ്ട് ഇതിന്റെ കൂടെ അടിപൊളി ഒരു സ്മാർട്ട് മിക്സർ ഗ്രൈൻഡർ. ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് ഫോൺ വെച്ചിട്ട് ഇതും കൊണ്ട് പോലെയാണ് നല്ലത് തോന്നുന്നു. വീട്ടിൽ മമ്മിക്കും വൈഫിനും ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. അടിപൊളി കേട്ടോ. അന്നേരം ചുമ്മാ ചാവാജി വാലി സംഭവം ഒന്നും അല്ല കേട്ടോ. ഇത് കണ്ടോ, സോപ്പോട്ടി, ചീപ്പ്, കണ്ണട, ഇങ്ങനെയുള്ള ഒരു ഐറ്റവും ഇല്ല. ക്ലാസിക്ക് വന്ന ഇതേപോലെ ഏത് പർച്ചേസ് ചെയ്യുന്ന അതിന്റെ വാല്യൂവിനനുസരിച്ചുള്ള പർച്ചേസിങ് കിട്ടും. അന്ന് നമ്മൾ ജോസഫ് താങ്ക് യു, സന്തോഷം. പ്രതീക്ഷിച്ചില്ല, ഇത്ര വലിയ സമ്മാനം പ്രതീക്ഷിച്ചില്ല കേട്ടോ. വളരെയധികം സന്തോഷം. ഒരു ഓട്ടോ വിളിക്കാം.